എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോക്ടറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഈ ഭരണപക്ഷം ഭരണം നിയന്ത്രിക്കുമ്പോൾ അതിലെന്തെങ്കിലും അപാകതകളോ മറ്റെന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ തന്നെയും അത് പ്രതിപക്ഷം അതിനെ ചോദ്യം ചെയ്യാറുണ്ട്. അതിനുള്ള മറുപടി ഭരണപക്ഷം കൊടുക്കേണ്ടതാണ്. എന്നാൽ ഈ രണ്ടു കൂട്ടരിലുമുള്ളൊരു വലിയൊരു അപാകത, പ്രതിപക്ഷം ആരോപിക്കുന്ന കാര്യങ്ങൾ കറക്റ്റാണെങ്കിലും അത് കറക്റ്റല്ല, അത് ആരോപണ വിഷയത്തിൽപ്പെട്ട കാര്യങ്ങളല്ല എന്ന് ഭരണപക്ഷം വാദിക്കും. ഒരു പക്ഷേ അതിനെ സ്പീക്കർ സപ്പോർട്ടും ചെയ്യും. രംഗം കൂടുതൽ വഷളാകുന്നു. ഇത് സാധാരണ നടന്നു വരുന്ന സംഭവമാണ്. അതുപോലെ ഇവിടെ ഇപ്പോൾ പ്രധാനമായിട്ട് നാം ഡിസ്കഷൻ ചെയ്യുന്നത്, ഈ ഇടയ്ക്കായി പ്രതിപക്ഷം എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, നമ്മുടെ ഫ്ലൈറ്റ് വല്ലതും തകർന്നോ, എത്ര ഫ്ലൈറ്റ് പോയി, എത്ര നഷ്ടങ്ങൾ വന്നോ, ഇതൊക്കെ എന്താണ്, അങ്ങനെ തന്നെ പലതും. അതായത് ഭരണപക്ഷം പറയുന്ന കാര്യങ്ങൾ അതെല്ലാം സത്യസന്ധമല്ല എന്ന് പ്രതിപക്ഷം ആരോപണമായിട്ട് മുന്നിൽ വരികയാണ്. എന്നാൽ ഈ പ്രതിപക്ഷത്തിനോട് എനിക്കൊന്ന് പറയാനുള്ളത്, ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ആരോപിക്കുന്ന ചില കാര്യങ്ങൾ അത് ശരിയാണോ തെറ്റാണോ എന്ത് തന്നെയായിരുന്നാലും അതിന് അർഹിക്കുന്ന ഒരു റിപ്ലൈ പരസ്യമായി നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇനി ഭരണപക്ഷവും അങ്ങനെ പരസ്യമായി അവർ കേൾക്കുന്ന ആ ആരോപണങ്ങളോ അവർക്കറിയേണ്ട കാര്യങ്ങളോ പബ്ലിക്കിൻ്റെ നാളിൽ കൂടി അറിയിക്കേണ്ടതുമല്ല. അത് സുരക്ഷയുടെ ഭാഗമായിട്ടുള്ളതാണ്. എന്തായിരുന്നാലും സങ്കടം തോന്നുന്നു, ഈ പ്രതിപക്ഷം എന്തെങ്കിലും ആരോപണവുമായി മുമ്പോട്ട് വരുമ്പോൾ അതിൻ്റെ റിയാലിറ്റിയെക്കുറിച്ചൊന്ന്, അതിൻ്റെ ജെന്യൂനിറ്റിയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. എന്തെങ്കിലും ഒരു ആരോപണം പറയണം, എന്തെങ്കിലും ഞങ്ങളിവിടെ സഭയിലുണ്ട്, ഞങ്ങൾ പ്രതിപക്ഷത്തുണ്ട്, അതിനുവേണ്ടി നമ്മൾ സ്വരം ഉയർത്തിയിട്ട് കാര്യമില്ല. അത് ജസ്റ്റ് എ സ്മോൾ എക്സാമ്പിൾ. എന്തുമാത്രം നഷ്ടം പാകിസ്ഥാന് നമ്മുടെ സിന്ദൂർ ഓപ്പറേഷനിലൂടെ ഉണ്ടായെന്ന് നമുക്ക് ഒരുവിധം കാര്യങ്ങൾ അറിയാം. പക്ഷേ എങ്കിൽ തന്നെയും ഏതെങ്കിലും ഒരു പാകിസ്ഥാനിയിൽ നിന്ന്, ഒരു പാകിസ്ഥാൻ പൗരനിൽ നിന്നോ അവിടുത്തെ പ്രധാനമന്ത്രിയിൽ നിന്നോ ഈ ഡിഫൻസ് ഓഫീസേഴ്സിൽ നിന്നോ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. അവരിപ്പോഴും ജയിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ നമ്മളറിയുന്ന കണക്ക് വയ്ക്കുമ്പോൾ അവർക്ക് ഒത്തിരി നഷ്ടങ്ങൾ, എയർപോർട്ടൊക്കെ ഡാമേജ് ചെയ്ത് സത്യമായിരിക്കാം. പക്ഷേ നാം അവകാശപ്പെടുന്നത് അതിൻ്റെ പ്രൂഫ് വേണം, അതെന്താണെന്നറിയണം. പിന്നെ നമുക്ക് ഇത് അറിയേണ്ടത് നമ്മുടെ പ്രതിപക്ഷത്തിനാണ്. അവരെപ്പോഴും ഇപ്പോൾ ഇത് ഒരു പ്രധാന ഘടകമായി മാറ്റിയിരിക്കുകയാണ്. സാധിച്ചാൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്ന് ചിന്തിക്കണം. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് ഇന്നത്തെ ഭരണപക്ഷം പ്രതിപക്ഷത്തിലിരിക്കേണ്ട ഒരു സമയവും വന്നേക്കാം. അപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്ന ഓരോ കാര്യങ്ങളും നാളെ തിരിച്ച് ഭരണപക്ഷവും ആരോപിച്ചേക്കാം. എന്നാൽ ഈ പ്രതിപക്ഷം ആരോപിക്കുന്നത് അതിലെന്ത് തെറ്റും ശരിയുണ്ടെങ്കിൽ തന്നെയും ഒരിക്കലും ഭരണപക്ഷം അതിന് വ്യക്തമായിട്ടുള്ള റിപ്ലൈ ഒരു പബ്ലിക് റിപ്ലൈ ആയി കൊടുക്കാൻ പാടില്ല. കാരണം അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും. യുദ്ധത്തിലാകുമ്പോൾ പല നഷ്ടങ്ങൾ വരും, പലതും സംഭവിക്കും, പലർക്കും ജീവഹാനി ഉണ്ടാകാം. നമ്മുടെ എക്യുപ്മെൻറ്റ്സ് തകർന്നു നിന്നിരിക്കാം, ഫ്ലൈറ്റ് തകർന്നു നിന്നിരിക്കാം,
നമുക്കും നഷ്ടങ്ങളുണ്ടായിരിക്കാൻ ചെറിയ രീതിയിലെങ്കിലും. ബട്ട് ഒരു യുദ്ധത്തിൻ്റെ ധാർമ്മികത വെച്ച് ഈ നഷ്ടങ്ങളെയും ഫ്ലൈറ്റ് പോയതിൻ്റെ ഇതിൻ്റെയൊക്കെ എല്ലാം കണക്കുകൾ പരസ്യമായി പറയുന്നത് ദാറ്റ് ഈസ് എ സോർട്ട് ഓഫ് ഡീമോറലൈസേഷനാണ്. ഈ ഡീമോറലൈസ് ചെയ്യുകയാണ്, അതായത് ആ സേനയിലുള്ളവരെ ഡീമോറലൈസ് ചെയ്യുകയാണ്. അതൊരിക്കലും പാടില്ല. അതൊക്കെ അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. പലതും സംഭവിച്ചിരിക്കാം, പലതും സംഭവിച്ചും കാണില്ല. പക്ഷേ പ്രതിപക്ഷം എന്നൊരു പേര്, പ്രതിപക്ഷം എന്തെങ്കിലും ആരോപിക്കണമെന്ന് പറഞ്ഞാൽ അത് ശരിയുള്ള കാര്യം. ഇതൊരു ആരോപണമായി കാണേണ്ടതല്ല. നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ ഇത് 100%. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് സാധിച്ചാൽ ഇതിനൊരു അമെൻമെൻ്റ് ഉണ്ടാക്കുക, പാർലമെൻറ്റിൽ ഒരു ബില്ലുണ്ടാക്കുക. ഇങ്ങനെയുള്ള യുദ്ധ സംബന്ധമായ കാര്യങ്ങൾ, ഡിഫൻസ് സംബന്ധമായ കാര്യങ്ങൾ പരസ്പരം പരസ്യമല്ലാത്ത രീതിയിൽ തന്നെ ഓപ്പോസിഷൻ ലീഡേഴ്സിന് അറിയാനുള്ള ഒരു ഒരു റൈറ്റ്സ് ഉണ്ടായിരിക്കണം. ഒരു ബില്ലെന്തെങ്കിലും പാസ് ചെയ്ത് അവരറിയുന്നത് നന്നായിരിക്കും. എന്നാൽ ഈ യഥാർത്ഥത്തിലുള്ള വസ്തുതകൾ പ്രതിപക്ഷത്തിന് അറിഞ്ഞാൽ അത് ഭരണപക്ഷത്തിനെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കരുത്. അത് ദോഷം ചെയ്യും. കാരണം അത് പാർട്ട് ഓഫ് ഈ രാജ്യ സുരക്ഷയുടെ പാർട്ടായി വരുന്ന കാര്യങ്ങളാണ്. യുദ്ധ രഹസ്യങ്ങൾ, യുദ്ധതന്ത്രങ്ങൾ, അതിൽ എത്ര സക്സസ് ആകുന്നു, എവിടെയൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നു, അതെല്ലാം പബ്ലിക്കായി പറയേണ്ടതല്ല. നമ്മുടെ രാജ്യം മൊത്തം നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡിഫൻസിലാണ്. അവരുടേതായ സൗകര്യങ്ങളനുസരിച്ചാണ് വിത്ത് അവർ അപ്രൂവൽ, രാജ്യത്തിൻ്റെ അപ്രൂവൽ കിട്ടിയതിന് ശേഷം അവർ മുന്നണിയിൽ നിന്ന് അവരുടെ ഓപ്പറേഷൻ അവർ ചെയ്യുന്നു. ഒരിക്കലും ഒരു രൂപ പോലും നഷ്ടമില്ലാതെ ആർക്കും ഒരു യുദ്ധവും നടത്താൻ പറ്റില്ല. നെവർ. അതാര് പറഞ്ഞാൽ വിശ്വസിക്കാനും പറ്റില്ല എന്ന് കരുതി ഓപ്പറേഷൻ സിന്ദൂറിൽ എത്ര ഫ്ലൈറ്റ് പോയി, എന്ത് കുഴപ്പമില്ല ഇപ്പം അറിയണമെന്ന് പറഞ്ഞാൽ പ്ലീസ് അതൊരു ബാലിശമായ ക്വസ്റ്റ്യൻസാണ്. പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. അത് അങ്ങനെ ചോദിക്കരുത്. നിങ്ങൾക്ക് അറിയേണ്ട റൈറ്റ് ഉണ്ട്. അത് യു മേക്ക് നിങ്ങളുടെ അടുത്ത പാർലമെൻറ്റ് കൂടുമ്പോൾ അതിന് റെസൊല്യൂഷൻ ഉണ്ടാക്കുക. അതിൽ ഇപ്പോൾ ഈ പ്രതിപക്ഷത്തിലുള്ള പലരും ചില ഗ്രൂപ്പുകളുണ്ടല്ലോ. ഈവൻ ഇപ്പോൾ ഈ സിന്ധുവിൻ്റെ തന്നെ ഒരു ദൗത്യ സംഘത്തെ അയച്ചല്ലോ. അതിൽ പ്രതിപക്ഷത്തിൻ്റെ നല്ല കഴിവുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അതേപോലെ ഒരു സമിതി ഉണ്ടാക്കുക. സമിതിയിൽ ഉള്ളിൽ മാത്രം അറിയേണ്ട കാര്യങ്ങളായിരിക്കണം. അത് രാജ്യസുരക്ഷ ആയതുകൊണ്ടാണ് ഇതിനെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. സോ പ്രധാനപ്പെട്ട പ്രതിപക്ഷം എന്തെങ്കിലും ഈ പബ്ലിക്കിൽ കിടന്ന് ഇതിനെ ഒരു ഇഷ്യൂ ആക്കി കാണാൻ ശ്രമിക്കാതിരിക്കുക. ഇതറിയേണ്ട കാര്യമാണ്. അത് അതിൻ്റേതായ ഒരു കോൺഫിഡൻഷ്യലും സീക്രട്ടുമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ അറിയാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ പാർലമെൻറ്റിൽ ബന്ധപ്പെടുക. അതായിരിക്കും ഏറ്റവും ഉചിതം. സോ ഇനിയെങ്കിലും എത്ര പ്ലെയിൻ പോയി, എത്ര ടാങ്ക് പോയി, എത്ര മിസൈൽ ഈ കണക്കൊന്നും പബ്ലിക്കായിട്ട് അറിയാൻ വേണ്ടി ശ്രമിക്കരുത്. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.